ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 800 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളകും പെരുംജീരകവും കൂടി കൂട്ടി പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യം വേണ്ട സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ചൂടായി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്ത സവോള കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. സവോള കളറ് മാറി ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിനി കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ബാക്കി സവോളയും ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4 സവോള അരിഞ്ഞത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാനിപ്പോൾ സവോള ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഇതുപോലെ തന്നെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത ശേഷം ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി തുറന്ന് വെച്ച് തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അവസാനം കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.